വിമർശനങ്ങൾക്ക് പിന്നാലെ ഹൈസ്കൂൾ ക്ലാസ് സമയമാറ്റത്തിൽ പുനഃപരിശോധനയ്ക്ക് സർക്കാർ. മുഖ്യമന്ത്രിയെ കണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാഹചര്യം വിശദീകരിക്കും. സമയമാറ്റത്തിൽ എല്ലാവരുടെയും അഭിപ്രായം തേടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഉണർത്താനുള്ളത് മദ്രസയുടെ സ്കൂളിൻ്റെ സമയം മാറ്റം അതൊരു അരമണിക്കൂർ ജാസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കുന്ന 12 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താറുള്ളത്. സ്കൂൾ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിമർശനം. വേദിയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രിയെ കണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമയം വർദ്ധിപ്പിച്ചതിന്റെ സാഹചര്യം വിശദീകരിക്കും. സമസ്ത ഉന്നയിച്ച കാര്യം പരിശോധിക്കുമെന്നും എല്ലാവരുടെയും അഭിപ്രായം തേടിയാകും നടപ്പാക്കുകയെന്നും വിദ്യാഭ്യാസ മന്ത്രി. ജനാധിപത്യ സംവിധാനമുണ്ട്. ഏത് തെറ്റും ശരിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചാലും കൂടിയാലോചനയുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന സമസ്ത ഏറ്റവും പുരോഗമനപരമായുള്ള കാര്യങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് വളരെ ശക്തമായ പ്രവർത്തനം നടത്തുന്നവരാണ്. അതൊരു കൂടിയാലോചന ഉണ്ടാവും. അവരോട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയാറിനെ സംസാരിക്കാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് തീരുമാനിച്ചു. പുതുക്കിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഹൈസ്കൂളുകളുടെ പ്രവർത്തന സമയം അരമണിക്കൂറാണ് വർദ്ധിപ്പിച്ചത്. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് വിദഗ്ധ സമിതിയെ വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ചിരുന്നു. ഈ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് സമയം കൂട്ടിയത്. ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് ഹൈസ്കൂളിൽ 1100 മണിക്കൂർ ക്ലാസ് സമയം ഉറപ്പാക്കണം. ഇതിനായാണ് 6 അധിക ശനിയാഴ്ചയും ദിവസവും അരമണിക്കൂറും ക്ലാസ് സമയം കൂട്ടാൻ തീരുമാനിച്ചത്. 24 തിരുവനന്തപുരം.